So in this class we discuss about the design of a multi-plate clutch. In the previous class we discussed about the design of a single plate clutch. So what is the main difference between a single plate clutch and a multi-plate clutch? We already know that the single plate clutch means it have only one clutch plate and the two surfaces are provided with the friction materials. But in the case of a multi-plate clutch, it consists of more than one friction plate. So it is called a multi-plate clutch. So what is the advantage of multi-plate clutch? So for high power transmission or for transmitting the high torque, you have to use the multi-plate clutch because the number of friction surface is more in multi-plate clutch. So it have the ability to transmit more power. So application of this multi-plate clutch is in heavy vehicle and the racing car because for the heavy vehicle and racing car it need high torque. Another advantage is that the overall diameter of the multi-plate clutch is reduced compared to the single plate clutch. That is the advantage of multi-plate clutch over single plate clutch. So പേരിൽ നിന്ന് സജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുമ്പോൾ ഒരു ക്ലച്ച് പ്ലേറ്റ് മാത്രമേ കാണൂ. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡുകളും നമ്മൾ ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ഒരുപാട് ഫ്രിക്ഷൻ പ്ലേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഫ്രിക്ഷൻ സർഫസ് ഈസ് മോർ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യാം, ഹൈ ടോർക്കുകൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതേപോലെ ഒരു 25 kW പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും മൾട്ടിപ്ലേറ്റ് ക്ലച്ചും ഉപയോഗിച്ചാൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന് ഉപയോഗിക്കുന്ന ക്ലച്ച് പ്ലേറ്റിൻ്റെ ഡയമീറ്ററിനേക്കാൾ കുറവുള്ള ഡയമീറ്റർ മതി നമുക്ക് എന്ത് ചെയ്താൽ ദാറ്റ് ഇസ് ഓവറോൾ ഡയമീറ്റർ. മൾട്ടിപ്ലേറ്റ് ക്ലച്ചിന് എന്ത് മതി, കുറവ് മതി. അതൊരു അഡ്വാൻറ്റേജ് ആണ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചിൻ്റെ. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോകാം. എ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ഹാസ് 3 discs on driving shaft and 2 on driven shaft. The inside diameter of the contact surface is 120 mm. The maximum pressure between surfaces is limited to 0.1 Newton per mm square. Design the clutch for transmit 25 kW at 1575 rpm. Assume uniform wear and coefficient of friction is 0.3. ഓൾറെഡി നമുക്കറിയാം ഒരു ക്ലച്ച് എന്ന് പറയുമ്പോൾ അതൊരു ഡ്രൈവിംഗ് മെമ്പറിനെയും ഡ്രിവൺ മെമ്പറിനെയും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നതാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ദ 3 discs on the driving shaft. So we take N1 is equal to 3. The number of discs provided on the driving shaft N1 is 3 and the 2 on driven shaft. So the number of discs provided on the driven member is 2. So N2 is taken as 2. Then the inside diameter of the contact surface is 120 mm. So the inner diameter is given, that is taken as 120 mm. And the maximum pressure B is limited to 0.1. So P max is given as 0.1 Newton per mm square. And the power is given as 25 kilowatt. നമുക്ക് പവർ 25 കിലോവാട്ട് ആണ്. അതിനെ വേണമെങ്കിൽ വാട്ട്സിൽ നമുക്ക് എഴുതാം, ദാറ്റ് ഇസ് 25 × 10⁻³ watts. ആൻഡ് ദ സ്പീഡ് ഈസ് 1575 rpm. സോ ദ സ്പീഡ് ഈസ് ഗിവൺ ആസ് 1575 rpm. അസ്യൂം യൂണിഫോം വിയർ ആൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.3. ഓക്കെ, അപ്പം യൂണിഫോം വിയർ അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈസ് ടേക്കൺ ആസ് 0.3. അപ്പോൾ നമുക്ക് രണ്ട് രീതികളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒന്ന് യൂണിഫോം വിയർ തിയറിയിലും ഒന്ന് യൂണിഫോം പ്രഷർ തിയറിയിലും. പക്ഷേ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് യൂണിഫോം വിയർ. ഇനി എപ്പോഴാണ് യൂണിഫോം പ്രഷറും യൂണിഫോം വിയറും നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു ന്യൂ ക്ലച്ച് പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വിയർ ആൻഡ് ടിയർ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും യൂണിഫോം പ്രഷർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമ്മൾ യൂണിഫോം പ്രഷർ തിയറിയാണ് ഇൻ ദ കേസ് ഓഫ് ന്യൂ ക്ലച്ച് വി യൂസ്. ബട്ട് ക്ലച്ച് കുറച്ച് ഉപയോഗിച്ച് കഴിയും തോറും അതിൻ്റെ വിയർ ആൻഡ് ടിയർ കൂടുകയും അവിടെ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നടക്കാതിരിക്കും. ആ സമയത്ത് നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഏത് തിയറി അസ്യൂം ചെയ്യുക, യൂണിഫോം വിയർ. സോ ഓൾഡ് ക്ലച്ചുകളിൽ പൊതുവേ നമ്മൾ യൂണിഫോം വിയർ തിയറിയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യൂണിഫോം വിയർ തിയറി യൂസ് ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട് യൂണിഫോം വിയർ എന്ന്. സോ യൂണിഫോം വിയർ തിയറി ഈസ് അസ്യൂം. സോ യു ഹാവ് ടു അസ്യൂം uniform wear theory. Okay, then first step നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n dash is number of pairs of friction surface in contact. എത്ര ഫ്രിക്ഷൻ സർഫസിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം n dash വരുമ്പോൾ മൾട്ടിപ്ലൈറ്റ് ക്ലച്ചിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, n1 പ്ലസ് n2 minus 1. N1 means number of friction plate provided on the driving member. അത് എത്ര തന്നിട്ടുണ്ട് നമുക്ക് 3. So 3 plus N2, the number of plate provided on the driven member, that is N2 is 2.
that is 2 minus 1. So 3 plus 2, 5. 5 minus 1, that is 4. അപ്പം n dash, number of pairs of friction surface in contact is 4. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, n dash കണ്ടുപിടിക്കുക. ഇനി നമുക്ക് തന്നിട്ടുണ്ട് പവർ തന്നിട്ടുണ്ട്. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. ദെർഫോർ ടോർക്ക് ഈസ് ഈക്വൽ ടു പവർ ബൈ ഒമേഗ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ജനറൽ എക്സ്പ്രഷനാണ് പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ, അല്ലെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു പവർ ബൈ ഒമേഗ. ഈ രീതിയിലാണ് നമ്മൾ ടോർക്ക് കാണുന്നതെങ്കിൽ പവർ നമ്മൾ വാട്ട്സിലാണ് കൊണ്ടുവരേണ്ടത്. സോ പവർ ഈസ് ഈക്വൽ ടു 25 കിലോ വാട്ട്. സോ 25 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഒമേഗ 2 ഇൻറ്റു പൈ ഇൻറ്റു n/60. 2πn/60 ആണ്. എന്നിൻ്റെ വില നമുക്കറിയാം 1575 ഡിവൈഡഡ് ബൈ 60. സോ യു വിൽ ഗെറ്റ് 151.653 ന്യൂട്ടൺ മീറ്റർ. അങ്ങനെ നമ്മൾ ജനറൽ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോർക്ക് നമ്മൾ വാട്ട്സിലാണ് ഇട്ടത്, അതുപോലെ ഒമേഗ 2πn/60 ചെയ്തു, നമുക്ക് കിട്ടുന്നത് ടോർക്ക് 151.653 ന്യൂട്ടൺ മീറ്ററിലാണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ന്യൂട്ടൺ mm, മൾട്ടിപ്ലൈഡ് ഇറ്റ് വിത്ത് 10⁻³ സോ 151.653 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ mm. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടോർക്ക് വേറൊരു എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഡേറ്റ ബുക്കിലുള്ള ഇക്വേഷനാണ് T ഈസ് ഈക്വൽ ടു 9.55 ഇൻറ്റു 10⁻⁶p/n. ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ആൻസർ ഡയറക്റ്റ് ന്യൂട്ടൺ mm കിട്ടുകയാണ്. അവിടെ നമ്മൾ പവർ ഇടേണ്ടത് എന്തിലായിരിക്കണം? ദാറ്റ് പവർ ഈസ് ഇൻ കിലോ വാട്ട്. പവർ കിലോ വാട്ടിൽ ഇടാവുള്ളൂ. കാരണം ഇവിടെ 10⁻⁶ എന്ന് പറയുന്ന ഫാക്ടർ തന്നിരിക്കുന്നതുകൊണ്ട് പവർ എന്ത് ചെയ്യുക? കിലോ വാട്ടിൽ ഇടുക. n എന്നുള്ളത് നമ്മുടെ സ്പീഡാണ്. ആ സ്പീഡ് നമുക്ക് തന്നിരിക്കുന്ന n ഈസ് ഈക്വൽ ടു 1575 തന്നെ നമ്മൾ ഇടുക. ഇടുമ്പോൾ നമുക്ക് ഇതേ ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. ഡാറ്റാ ബുക്കിൽ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ എക്സ്പ്രഷൻ ചെയ്യാം. ആ ജനറൽ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ പവർ കിലോ വാട്ടിലല്ല ഇടേണ്ടത്, വാട്ട്സിലാണ്. കിട്ടുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ന്യൂട്ടൺ mm ആക്കാം. ഇനി നമുക്ക് എന്താ ടോർക്ക് കിട്ടി. ടോർക്കിൽ നിന്ന് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു ക്ലച്ച് പ്ലേറ്റിൻ്റെ ഇന്നർ ഡയമീറ്റർ നമുക്കുണ്ട്, ഔട്ടർ ഡയമീറ്റർ കാണണം. അതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ ടോർക്ക് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ? π/8 ഇൻറ്റു മ്യൂ ഇൻറ്റു n ഡാഷ് ഇൻറ്റു പി മാക്സ് ഇൻറ്റു di ഇൻറ്റു d0² മൈനസ് di². ഇതെവിടെ ഉണ്ട്? ഓൾറെഡി നമുക്കറിയാം. ദാറ്റ് ഇസ് ഇൻ പേജ് നമ്പർ 258, ഇക്വേഷൻ നമ്പർ 13.9f. 13.9f. സോ ടോർക്ക് നമുക്കറിയാം എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്ക് ഈസ് ഈക്വൽ ടു 151.653 ഇൻറ്റു 10⁻³ is equal to π/8 into the mu is coefficient of friction, that is given as 0.3 into n dash is 4 into p maximum, that is already given in your question, that is 0.1 into di, inner diameter is given as 120 into d0² minus di square. അപ്പോൾ di നമ്മൾക്ക് അതുകൊണ്ട് 120 ആണ്. സോ 120². ഇവിടെ നമുക്ക് എന്തിന് കിട്ടും? യു ഹാവ് ടു സോൾവ് ദ വാല്യൂ ഓഫ് d0. So in this step you have to find out the value of d0 by solving this expression. ഈ എക്സ്പ്രഷൻ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? d0യുടെ വില നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ. സോ ദാറ്റ് ഇസ് d0 ഈസ് ഗിവൺ ആസ് 232 m. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? d0യുടെ വില കിട്ടി. എത്രയാണ്? ദാറ്റ് ഈസ് 232 m. സോ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. സെക്കൻഡ് ടേംസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്ലച്ച് പ്ലേറ്റിൻ്റെ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു എൻഗേജ് ദ ക്ലച്ച് ഈസ് ഈക്വൽ ടു Fa. അപ്പോൾ Fയുടെ ഇക്വേഷൻ നമ്മുടെ ഉണ്ട്. Fa ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ ഇൻറ്റു പി മാക്സ് ഇൻറ്റു di, ഇന്നർ ഡയമീറ്റർ ഇൻറ്റു d0 മൈനസ് di അല്ലേ? അതെവിടെ ഉണ്ട്? പേജ് നമ്പർ 258 തന്നെ, ഇക്വേഷൻ 13.9d അല്ലേ? സോ 13.9d ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. Fa ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/2 ഇൻറ്റു പൈ ഇൻറ്റു പി മാക്സ് ഈസ് ഗിവൺ ആസ് 0.01 അല്ലേ? So P max is given as already is given as 0.1. So not 0.01, 0.1. So 0.1 into di already given is 120 and d0 നമുക്ക് കിട്ടിയ എത്രയാണ്? 232. So 232 minus 120. So you will get 151,653. That much. The value is 1545.66 Newton.
അപ്പോൾ മൾട്ടിപ്ലൈഡ് ക്ലച്ച് കാണാൻ വേണ്ടി നമുക്ക് രണ്ടെണ്ണമാണ് കാണുന്നത്. ഇൻസൈഡ് ഡയമീറ്റർ ഒരു തന്നതുകൊണ്ട് നമ്മൾ എന്തുകൂടെ കാണുന്നു, ഔട്ട്സൈഡ് ഡയമീറ്റർ കാണുന്നു. അവിടെ നമ്മൾ എന്ത് കാണുന്നു, ആക്സിയൽ ഫോഴ്സ് കാണുന്നു. ഇതാണ് ഡിസൈൻ ഓഫ് എ മൾട്ടിപ്ലൈഡ് ക്ലച്ച്. അപ്പം നമ്മുടെ മൾട്ടിപ്ലൈഡ് ക്ലച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ ഡാഷ് കാണുക. എൻ ഡാഷ് മീൻസ് നമ്പർ ഓഫ് പെയർസ് ഓഫ് ഫ്രിക്ഷൻ സർഫസ് ഇൻ കോൺടാക്ട് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, N1 + N2 - 1. അവിടെ നിന്ന് നമ്മളത് കാണുക. ഇനി പവർ കാണാൻ വേണ്ടി ചോദിക്കും. ഇൻ കേസ് നമ്പർ ഓഫ് കോൺടാക്ട് സർഫസ് നമുക്ക് തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു അസ്യൂം എനി ഈവൻ നമ്പർ. ഏതൊരു ഈവൻ നമ്പർ ആയിട്ടുള്ള ഒരെണ്ണവും നിങ്ങൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യാം. 4 6 അങ്ങനെയുള്ള ഈവൻ നമ്പറുകൾ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഇപ്പോൾ എൻ ഡാഷ് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ, ചില കേസുകളിൽ എൻ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അങ്ങനെ അസ്യൂം ചെയ്യാൻ പാടില്ല. അല്ലാത്ത കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഡാഷ് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. പവർ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ടോർക്ക് ഇൻറ്റു ഒമേഗയിൽ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്. ഇൻറ്റു 10⁻³ ചെയ്താൽ ന്യൂട്ടൺ mm ആവും. എന്നാൽ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പവർ ഇടേണ്ടത് കിലോ വാട്ടിൽ തന്നെയാണ്. എൻ സ്പീഡാണ്, അത് RPM തന്നെ ഇടാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നേരിട്ടുള്ള ടോർക്ക് എന്തിൽ തന്നെയായിരിക്കും, ന്യൂട്ടൺ mm ആണ്, കൺവേർട്ട് ചെയ്യേണ്ട. പിന്നെ നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷനിൽ നിന്ന് d0 കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. These are the steps related to design of a multiplate clutch.